ആ കാൽക്കുലേറ്റ് ദ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് ദ സ്ക്വയേഴ്സ് ഓഫ് സം നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. നമ്മൾ കുറച്ച് നാച്ചുറൽ നമ്പറുകളുടെ നാച്ചുറൽ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകൾ എടുക്കുന്നു. ആരെടുക്കുന്നു? വിളിക്കുന്നു സ്ക്വയർ എടുക്കും. ഒന്നിന്റെ സ്ക്വയർ പറയുമ്പോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, പിന്നെ നോക്കിയാൽ മതി. ഒന്നിന്റെ സ്ക്വയർ 1, രണ്ടിന്റെ സ്ക്വയർ 3, സ്ക്വയർ 4, സ്ക്വയർ 5, സ്ക്വയർ 25, എക്സെട്ര. ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ദ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് ദ സ്ക്വയേഴ്സ് ഓഫ് സം നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4. അർത്ഥം ഇവരെ ഓരോരുത്തരെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ആരെ കണ്ടുപിടിക്കണം? റിമൈൻഡർ കണ്ടുപിടിക്കണം. നോക്കിയാട്ടെ, ഒന്നവിടെ നിൽക്കട്ടെ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 1 4 4, റിമൈൻഡർ ശിഷ്ടം 0. അടുത്ത ആളെത്ര? 9. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 4 2 8, റിമൈൻഡർ ശിഷ്ടം. അടുത്തത് 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 4 16, റിമൈൻഡർ ശിഷ്ടം 0. അടുത്ത എത്ര? 25. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 6 24, റിമൈൻഡർ ശിഷ്ടം 1. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് കുറച്ച് നാച്ചുറൽ നമ്പറുകൾ, കുറച്ച് എണ്ണൽ സംഖ്യകൾ എടുത്തു, അവരുടെ സ്ക്വയറുകൾ കണ്ടുപിടിച്ചു. ആ സ്ക്വയറുകളെ നമ്മൾ 4 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു, ഹരിച്ചു. അപ്പൊ കിട്ടിയ റിമൈൻഡർ കണ്ടോ? ശിഷ്ടം കണ്ടോ? ആരൊക്കെയാ വരുന്നത്? 0യോ 1ഓ ആണ് വരുന്നത്. 0യോ 1ഓ ആണ് എന്തായിട്ട് വരുന്നത്? റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി ഒന്നാമത്തെ വായിച്ചാട്ടെ. ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. അല്ലേ? ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിനെ, ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടമായിട്ട് ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ 1 കിട്ടും. ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത് ചെയ്യണം? ഇനി എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കിയിരുന്നു. എല്ലാരും ആ ഫോട്ടോ കോപ്പി പുസ്തകത്തിനകത്ത് വെച്ച്, പുസ്തകം അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കാം. നോക്കാം. ഒരു നമ്പറിനെ ശ്രദ്ധിച്ചു കേൾക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടം എന്തൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അപ്പൊ കോഷ്യന്റ് ഹരണഫലമായിട്ടൊരു നമ്പരും വരുമല്ലോ. അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എന്നായിട്ട്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരുന്ന നമ്പറിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പിന്നെ പറഞ്ഞതാ. 4n എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന നമ്പറിനെ എങ്ങനെ എഴുതാം? 4n + 1 എന്ന് എഴുതാം. 2 റിമൈൻഡർ വരുന്ന ആളിനെയോ 4n + 2 എന്ന് എഴുതാം. 3 റിമൈൻഡർ വരുന്ന ആളിനെയോ 4n + 3 എന്ന് എഴുതാം. ഇതിനകത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും എന്തെടുക്കണം? അതിന്റെ കുഴപ്പമുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. എന്തെടുക്കണം? അപ്പൊ നമ്മൾ 4n സ്ക്വയർ എടുക്കുന്നു. പറഞ്ഞാട്ടെ. 4ന്റെ സ്ക്വയർ 16, n സ്ക്വയർ n സ്ക്വയർ 16 n സ്ക്വയർ.
ഇതിനെ നിങ്ങൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലേ? അപ്പോ ഡിവിസിബിൾ ബൈ 4. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 0. റിമൈൻഡർ ഈക്വൽ എന്ത് വരും? ഓക്കെ, അടുത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത നമ്പർ എടുക്കുന്നു. ഏതാ 4n+1. ഇതിന്റെ സ്ക്വയർ എടുക്കണം. പറഞ്ഞാട്ടെ. 4n സ്ക്വയർ പ്ലസ് 2 ഗുണം 4n ഗുണം 1 പ്ലസ് 1 സ്ക്വയർ. 4n സ്ക്വയർ 16n സ്ക്വയർ പ്ലസ് 2 ഗുണം 4 ഗുണം 1 8 8n പ്ലസ് 1 സ്ക്വയർ 1. ശ്രദ്ധിക്കും, ഈ 16n സ്ക്വയർ എന്ന് പറയുന്ന ആളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. അങ്ങനെ മനസ്സിലായി? 16നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 16n സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 8n 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ പിന്നെ ഈ ബാലൻസ് വരുന്ന 1 ആരായിരിക്കും? റിമൈൻഡർ ആയിരിക്കും. ആരായിരിക്കും? റിമൈൻഡർ ആയിരിക്കും. ക്ലിയർ ആയോ? ആയില്ല. 4n+1 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്തു. അതിനെ നമ്മൾ a+b² രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്തപ്പോ 16n സ്ക്വയർ പ്ലസ് 8n+1 എന്ന് കിട്ടി. ഇതിലെ 16n സ്ക്വയറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8n എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അപ്പൊ പിന്നെ ഈ 1 അല്ലേ എന്തായിട്ട് വരുന്നത്? റിമൈൻഡർ ശിഷ്ടമായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ ആരായിരുന്നു റിമൈൻഡർ? 0. ഈ കേസിൽ ആരാ റിമൈൻഡർ? 1. ഓക്കെ, ഇനി അടുത്ത ആളാരാ? 4n+2. ആരാണ്? നോക്കാം. ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് 4n+2 സ്ക്വയർ എടുക്കണം. ആരുടെയാ? 4n+2 സ്ക്വയർ. നോക്കിയാട്ടെ. 4n+2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാട്ടെ. 4n സ്ക്വയർ അല്ല, 4n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 4n × 2 പ്ലസ് 2 സ്ക്വയർ ഈക്വൽ 16n സ്ക്വയർ പ്ലസ് 2 ഗുണം 4 8 8 ഗുണം 2 16 16n പ്ലസ് 2 സ്ക്വയർ. നോക്കിക്കേ, 16n സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16n 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെയും 4 കൊണ്ട് ഡിവൈഡ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട്. അപ്പൊ അവിടുത്തെ റിമൈൻഡർ ഇവരെ എല്ലാവരെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പിന്നെ റിമൈൻഡർ ആരുണ്ട്? 0. റിമൈൻഡർ ആരുണ്ട്? അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്താണ്? ഇതിനെ മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ എല്ലാരെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൈൻഡർ ആരാ ഉള്ളത്? 0. ആ കാര്യം ഓക്കെ ആയല്ലോ. ശരി, ഇനി അവസാനത്തെ ആളാരാ? 4n+. പറഞ്ഞാട്ടെ. 4n+3 ഹോൾ സ്ക്വയർ. പറഞ്ഞാട്ടെ. 4n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 4n × 3 പ്ലസ് 3 സ്ക്വയർ. 4n സ്ക്വയർ 16n സ്ക്വയർ. 2 ഗുണം 4 8 8 ഗുണം 3 24. അപ്പൊ 24n പ്ലസ് 3 സ്ക്വയർ 9. ഇനി ഒരു ചെറിയ പരിപാടി ശ്രദ്ധിച്ചിരിക്കണം. ഈക്വൽ 16n സ്ക്വയർ പ്ലസ് 24n. ഞാൻ ഈ 9ന് 8 + 1 എന്ന് എഴുതിയ തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ എന്താണ് 7 + 2 എന്ന് എഴുതിയില്ലല്ലോ, 6 + 3 എന്ന് എഴുതിയില്ലല്ലോ, 5 + 4 എന്ന് എഴുതിയില്ലല്ലോ, എന്തെഴുതാൻ? ഈ 8 ആരാ? നമ്മളിവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 8 ആരാ?
4ന്റെ മൾട്ടിപ്പിളാ, 4ന്റെ ഗുണിതമാണ്. അതുകൊണ്ടാണ് 8+1 എന്ന് എഴുതിയത്. നോക്കിക്കേ, 16n² എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24n 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പിന്നെ മിച്ചം കിടക്കുന്ന 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 1 ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് റിമൈൻഡർ ആയിട്ട് 2 ആളുകളെ കിട്ടത്തുള്ളൂ. ആരെയൊക്കെ? ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ ഇച്ചിരി മുമ്പ് ഈ 0 1 2 3 കാര്യം അതെന്തായിരുന്നു പറഞ്ഞത്? അവര് റിമൈൻഡർ ആയിട്ട് വരുന്നതിനെ കുറിച്ച്. അതൊരു നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് 0 1 2 3 വരും. ഇപ്പൊ നമ്മൾ ആരുടെ കാര്യം പറഞ്ഞു? ആ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് ആരൊക്കെ വരൂ? ഒന്നുകിൽ 0 വരും, അല്ലെങ്കിൽ 1 വരും എന്ന് നമ്മൾ എന്തുപയോഗിച്ച് തെളിയിച്ചു? ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിച്ചു. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഒന്ന് വായിച്ച 2ന്റെ രണ്ടാമത്തെ പാർട്ട്. എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്താണ്? എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അർത്ഥം പറഞ്ഞാട്ടെ. നമ്മൾ ഒരു നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? അപ്പോൾ റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് നമുക്ക് 2 3 കിട്ടുകയാണെങ്കിൽ, ആരെയൊക്കെ കിട്ടുകയാണെങ്കിൽ 2 3 കിട്ടുകയാണെങ്കിൽ അത് എന്ത് നമ്പർ ആയിരിക്കത്തില്ല? നാച്ചുറൽ നമ്പർ ആയിരിക്കത്തില്ലെന്ന്. അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. എന്ത് നമ്പർ ആയിരിക്കത്തില്ല? അതെന്ത് നമ്പർ ആയിരിക്കത്തില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. അതാണ് അവിടെ നോക്കിക്കേ. രണ്ടാമത്തിനകത്ത് കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 leaves remainder 0 or 1. In other words, any natural number which leaves remainder 2 or 3 on divisible by 4 is not a perfect square. ഒന്നുകൂടെ നമ്മളിപ്പോ ഫസ്റ്റ് പാർട്ട് തെളിയിച്ചു വെച്ചത് ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ ശിഷ്ടം 0 1 ആണെങ്കിൽ അതെന്ത് നമ്പർ ആയിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? അപ്പൊ പിന്നെയും 2 ഓപ്ഷൻ ഉണ്ടല്ലോ. 0 1 അല്ലാതെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ വേറെ ആരൊക്കെ റിമൈൻഡർ ആയിട്ട് വരാം? 2 3 റിമൈൻഡർ ആയിട്ട് വരാമല്ലോ. പക്ഷെ ആ നമ്പറുകൾ ഒന്നും എന്ത് നമ്പർ അല്ല? പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ല. ആ നമ്പറുകളൊന്നും എന്ത് നമ്പർ അല്ല? പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ല. ക്ലിയർ ആയ സംഗതി? ഓക്കെ. അപ്പോ സെക്കൻഡ് പാർട്ടിന് പ്രത്യേകിച്ച് ആൻസർ ഇല്ല. ഫസ്റ്റ് പാർട്ടി നമ്മളെ കൺക്ലൂഷൻ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ടെക്സ്റ്റിൽ നോക്കി ചോദ്യവും വായിക്കുക, ബുക്കിൽ നോക്കി ആൻസറും വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിക്കാം. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഈ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും? ചോദ്യം ചോദിക്കും. വായിച്ചാട്ടെ. സി ദിസ് പാറ്റേൺ. നിങ്ങൾക്കൊരു പാറ്റേൺ അവർ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ ഒന്ന് വായിച്ചാട്ടെ. 3 = 2 square minus 1 square. 5 = 3 square minus 2 square. 7 = 4 square minus 3 square. ശ്രദ്ധിക്കാം. ആദ്യം ഈ എഴുതിയിരിക്കുന്ന നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. 3 5 7 എന്നീ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? ഓഡ് നമ്പേഴ്സ്. ആരാണ്? അല്ല, ആദ്യത്തെ ഓഡ് നമ്പർ കണ്ടോ? 3. 3നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്?
ടു സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? 3 ഈക്വൽ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ആ 2വിന്റെ സ്ക്വയറിൽ 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അടുത്തത് 5 ഈക്വൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 9ൽ നിന്ന് 4 കുറച്ചാൽ 5 കിട്ടും. അടുത്തത് 4ന്റെ സ്ക്വയറിൽ നിന്ന് 4ന്റെ സ്ക്വയറായ 16ൽ നിന്ന് 3ന്റെ സ്ക്വയറായ 9 കുറച്ചാൽ എത്ര കിട്ടും? 7 കിട്ടും. ഇനി ബാക്കി വെച്ചാട്ടെ. ചെക്ക് വെദർ some other odd numbers can also be written as the difference of two perfect squares. ശ്രദ്ധിക്കാം, നിങ്ങൾ ഇതുപോലെ ഓൾറെഡി അവർ 3 പേരെ തന്നിട്ടുണ്ട്. നമുക്കൊരു 2 പേരെയും കൂടി ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. പറഞ്ഞാട്ടെ, അടുത്ത ആളെത്ര? 9. അപ്പൊ പറഞ്ഞാട്ടെ 9നെ എങ്ങനെ എഴുതാൻ പറ്റും? 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ. ശരിയാണോ? 5ന്റെ സ്ക്വയർ 25, 4ന്റെ സ്ക്വയർ 16. 25 ഇത് 16 കുറച്ചാൽ 9 കിട്ടത്തില്ലേ? ഓക്കെ. അടുത്ത ഒരെണ്ണം പറഞ്ഞേ. 11 ഈക്വൽ 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്ര? 36. 5ന്റെ സ്ക്വയർ 25. 36ന് 25 കുറച്ചാൽ 11 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ 2 പേരെയും കൂടെ എഴുതി. ഇനി ബാക്കി വായിച്ചാട്ടെ. എക്സ്പ്ലെയിൻ why all odd numbers greater than 1 can be written like this. കേട്ടോ, ഇനി 10 നമ്മുടെ കോട്ടിലിട്ട് തന്നേക്കാണ്. അവരുടെ ചോദ്യം, 1നേക്കാൾ വലുതായ ഓഡ് നമ്പറുകളാണല്ലോ 3, 5, 7, 9, 11. ഇവരെ എന്തുകൊണ്ട് ഇങ്ങനെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും? അപ്പൊ എന്താ ചോദ്യം? 1 കഴിഞ്ഞിട്ടുള്ള ഏത് ഓഡ് നമ്പറുകളെയും ഇതുപോലെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എന്തുകൊണ്ട് എഴുതാൻ പറ്റുന്നു? കണ്ടോ, അവർ എളുപ്പമുള്ളത് പറഞ്ഞു തന്നിട്ട് നമ്മോട് ചോദിച്ചേക്കാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഒരു ഹിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്, വായിച്ചാട്ടെ. റീകോൾ ദ ജനറൽ ഫോം ഓഫ് ആൻ ഓഡ് നമ്പർ സീൻ ഇൻ ക്ലാസ് 7. 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഓഡ് നമ്പറിന്റെ ആരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ജനറൽ ഫോം. എല്ലാം മടക്കി വെച്ചാട്ടെ, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ബോർഡിലേക്ക് നോക്കിക്കോളൂ. ജനറൽ ഫോം ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് 2n+1. ശരിയോ തെറ്റോ? എന്നോട് ആലോചിച്ച് പറയണം. ഒരു ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2n+1 ആണ്. ഇതിപ്പോ പഠിച്ചതല്ല, 7ാം ക്ലാസ് പഠിച്ച. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നിന്റെ സ്ഥാനത്ത് 0 ഇടുക. ആദ്യം 2 ഗുണം 0, 2 ഗുണം 0, 0. 0 അധികം 1, 1. അതല്ലേ ആദ്യത്തെ ഓഡ് നമ്പർ. എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. 2 ഗുണം 1, 2. 2 അധികം 1, 3. അതല്ലേ രണ്ടാമത്തെ ഓഡ് നമ്പർ. എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. 2 ഗുണം 2, 4. 4 അധികം 1, 5. അതല്ലേ മൂന്നാമത്തെ ഓഡ് നമ്പർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആരുടെ ജനറൽ ഫോം? ആരുടെ? ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം. ഉറപ്പിക്കാമല്ലോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ 3, 5, 7, 9, 11 എന്നിവരെയൊക്കെ എഴുതിയ സ്ഥാനത്തോട്ട് എനിക്ക് ആരെ എഴുതാം? 2n+1 എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ എഴുതിയേക്കുന്നവരെ കണ്ടോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ. അടുത്തേ 3ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ. എന്ത് പ്രത്യേകത? അവിടെ എഴുതുന്നതല്ല, ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഉത്തരം പറയണം. 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ. എന്തെങ്കിലും പ്രത്യേകത? 6 5 5 4 4 3 3 2 2 1. അപ്പൊ എന്ത് പ്രത്യേകത? അടുത്തടുത്ത രണ്ടുപേരാ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? n+1 ദ ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. ശരിയാണ്. ഈ നമ്പർ n ആണെങ്കിൽ ഇത് അതിനേക്കാൾ ഒന്ന് കൂടിയ നമ്പരാണ്. ഇത് 4 ആണെങ്കിൽ അതിനോട് ഒന്ന് കൂടിയ നമ്പരാണ് 5. 3നേക്കാൾ ഒന്ന് കൂടിയ നമ്പരാണ് 4. 2നേക്കാൾ ഒന്ന് കൂടിയ നമ്പരാണ് 3. 1നേക്കാൾ ഒന്ന് കൂടിയ നമ്പരാണ്. അപ്പൊ ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? n+1 ദ ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. മൈനസ് ഇങ്ങനെ ആ നോട്ടിനകത്തും തിരുത്തിയാരേ. General form of an odd number is 2n+1. എന്നിട്ട് അടുത്ത വരിയിൽ 2n+1 equal n+1 the whole square minus then ഇനി ഇങ്ങോട്ട് നോക്കാം. അല്ല ഇപ്പൊ ഇത് ചെയ്താലേ ഇത് കിട്ടുമെന്ന് അറിയണ്ടേ? ഹലോ, ഇത് ചെയ്താൽ ഇത് തിരിച്ചു കിട്ടുമെന്ന് അറിയണ്ടേ? then ഇങ്ങോട്ട് നോക്കിയാട്ടെ. n+1 the whole square minus n square. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞ നിങ്ങൾ. n+1 the whole square എക്സ്പാൻഡ് ചെയ്ത് പറ. n+1 the whole square എക്സ്പാൻഡ് ചെയ്ത് പറയാണ്. n square plus 2 into n into 1 plus 1 square minus. Okay. അപ്പൊ this is equal to n square plus 2 into n into 1 2n plus 1ന്റെ സ്ക്വയർ മൈനസ് ഈ പ്ലസ് n സ്ക്വയറും മൈനസ് n സ്ക്വയറും വെട്ടിപ്പോവല്ലോ. എന്ത് തിരിച്ചു കിട്ടും? ഈ 2n+1 ആരാ? എഴുതി വെച്ചിട്ടുണ്ട്. ജനറൽ ഫോം ഓഫ് ആൻ ഇങ്ങനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് എടുക്കുമ്പോ നമുക്ക് ഉത്തരം എന്ത് നമ്പർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഓഡ് നമ്പര് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഒന്നുകൂടെ ഇത് എഴുതിയത് മനസ്സിലായും? നമുക്ക് അറിയേണ്ടത് ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ത് നമ്പരാണെന്ന് നമുക്ക് ഉറപ്പിക്കണം. ഓഡ് നമ്പരാണെന്ന് ഉറപ്പിക്കണം. നമ്മൾ ഡി വലതുവശം മാത്രം അങ്ങോട്ട് എടുത്തെഴുതി n+1 ദ ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. ഈ ആദ്യത്തെ ആളിനെ നമ്മൾ x+y ദ ഹോൾ സ്ക്വയർ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് എന്താ? അപ്പൊ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. n സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2 into n into 1 പ്ലസ് 1 സ്ക്വയർ. മറക്കരുത്, പിന്നെ ആര് കിടപ്പുണ്ട്? ഒരു മൈനസ് n സ്ക്വയർ. അപ്പൊ n സ്ക്വയർ 2 ഗുണം n ഗുണം 1 2n പ്ലസ് 1 സ്ക്വയർ 1 2 ഈ അവസാനം കിടക്കുന്ന മൈനസ് n സ്ക്വയർ പ്ലസ് n സ്ക്വയറും മൈനസ് n സ്ക്വയറും വെട്ടിപ്പോയി. അപ്പൊ ആൻസർ ഈ 2n+1 ആരാ? ഒരു ഓഡ് നമ്പരാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എടുത്താൽ
ആ കിട്ടുന്ന ഉത്തരം ഉത്തരം ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇപ്പൊ കാര്യം ക്ലിയർ ആയ എല്ലാവർക്കും? നോട്ടിനകത്ത് വേണ്ട തിരുത്തലൊക്കെ വരുത്തിയോ? നോട്ടിനകത്ത് വേണ്ട തിരുത്തലൊക്കെ അതൊരു എഴുതിക്കോ. നോട്ടിനകത്ത് വേണ്ട തിരുത്തലൊക്കെ വരുത്തി എഴുതിയാട്ടെ. വായിച്ചാട്ടെ. ചോദ്യം എന്താണ്? ഗീവ് റീസൺസ് ഫോർ ദി ഫാക്ട് ദാറ്റ് the square of any number ending in 1 also end in 1. What about numbers ending in 5 and numbers ending in 6? ഇതാണല്ലോ ചോദ്യം. ചോദ്യം അവിടെ ഇരിക്കട്ടെ. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? അർത്ഥം മനസ്സിലാക്കിയാലല്ലേ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ആ പറഞ്ഞേക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം? എഴുതി വെച്ചേക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എന്തുവാണ്? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ് ചോദ്യം തരുന്നത്. ആ ചോദ്യം നിങ്ങൾ അവിടെ നിന്ന് വായിച്ചർത്ഥം മനസ്സിലാക്കിയാലല്ലേ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തോ എഴുതി വെച്ചേക്കുന്നതിന്റെ അർത്ഥം? കൊള്ളാം, നല്ല അർത്ഥമാണ്, വളരെ നല്ല അടിപൊളി അർത്ഥമാണ്. ഇങ്ങനെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒന്നിൽ അവസാനിക്കുന്ന നമ്പരിന്റെ സ്ക്വയറുകളെല്ലാം ഒന്നിൽ തന്നെ അവസാനിക്കും. നോക്കിക്കേ, ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ ഒന്നല്ലേ? ഒന്നിന്റെ സ്ക്വയർ എടുക്കൂ, 1. അതൊന്നിലല്ലേ അവസാനിച്ചേക്കുന്നത്? ഒന്നിൽ അവസാനിക്കുന്ന അടുത്ത നമ്പർ പറയൂ. 11. 11ന്റെ സ്ക്വയർ 121. എത്രല്ല അവസാനിക്കുന്നത്? അടുത്ത നമ്പര് 21ന്റെ സ്ക്വയർ അറിയോ? 21ന്റെ സ്ക്വയർ ചുമ്മാ ഒന്ന് കുടിച്ചു നോക്കി. 21 ഗുണം 21 എത്ര വരുമെന്ന്? 21 ഗുണം 21 എത്ര വരുമെന്ന്? ഇരുപത്തിയൊന്ന് ഗുണം 21 141. 441. 441 എത്രയിൽ അവസാനിക്കുന്നു? 1. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നമ്പർ ഒന്നിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്വയറും എത്രയിൽ അവസാനിക്കും? 1ൽ അവസാനിക്കും. അപ്പം ഇത് അവര് പറഞ്ഞേക്കുവാ. നമ്മൾ ഇതിന്റെ എന്തു പറയണം? ഹലോ, നമ്മൾ ഈ പറഞ്ഞതിന്റെ എന്തു പറയണം? കാരണം പറയണം. ഈ പറഞ്ഞതിന്റെ അവരങ്ങനെ അവര് നമ്പറുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞേച്ച് നമ്മൾ അതിന്റെ കാരണം പറയണം. കാരണം പറയുക എന്ന് പറഞ്ഞാൽ എന്തു വെച്ചാ കാരണം പറയണ്ടേ? ഓൾജിബ്ര വെച്ച് കാരണം പറയണം. അപ്പൊ ശ്രദ്ധിക്കാം. ബോർഡിലേക്ക് നോക്കിയിരിക്കണം. അപ്പൊ ഞാനേ ഒന്നിൽ അവസാനിക്കുന്ന കുറച്ച് നമ്പറുകൾ ബോർഡിൽ എഴുതാൻ പോവാം. നല്ല അവസാനിക്കുന്ന നമ്പരാണ് 1. പറഞ്ഞാട്ടെ. 1, 11, 21, 31, 41 എക്സെട്ര. ഈ നമ്പറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാമോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയേക്കുന്നത്. അതല്ലാതെ ഒരു പ്രത്യേകതയുണ്ട്. 4 പിന്നല്ല 1, 1, 1 എന്നാണ്. ഈ നമ്പറുകളെ ഒക്കെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഈ നമ്പറുകളെ ഒക്കെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാന്ന് വിചാരിക്കാം. അപ്പോൾ റിമൈൻഡർ ശിഷ്ടം എന്തോ വരും? 1. 41നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരും. 31നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21നെ ഡിവൈഡ് ചെയ്താൽ. അപ്പൊ ഈ നമ്പറിന് നിങ്ങൾക്കൊരു ജനറൽ ഫോം പറയാമോ? ഒരുപാടിടത്ത് എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. റിമൈൻഡർ 1 വരും. കോഷ്യന്റ് n ആണെങ്കിൽ എന്താണ് ജനറൽ ഫോം? 10n+1 എന്നല്ലേ എന്റെ ഫോമാ അല്ലേ? ആണോ? ഈ നമ്പറുകളുടെ സ്ക്വയർ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഈ നമ്പറിന്റെ സ്ക്വയർ എടുക്കുന്നു. ഈ നമ്പറിന്റെ പറഞ്ഞാട്ടെ 10 n the whole square plus
ഇതൊക്കെ തന്നെ പിന്നെ ഒരേ കാര്യം പറഞ്ഞേ. 2 ഇൻറ്റു 10n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 10n സ്ക്വയർ 100n സ്ക്വയർ. 2 ഗുണം 10 20 ഗുണം 1 20n പ്ലസ് 1 സ്ക്വയർ. ശരി, ഈ 100n സ്ക്വയറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേണ്ട ഈ 20n-നെയോ 20n-നെയോ അതിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വേണ്ടേ ഈ ലാസ്റ്റ് കിടക്കുന്ന 1-ലായിരിക്കത്തില്ലേ ആ നമ്പർ അവസാനിക്കുന്നത്? ആ ലാസ്റ്റ് കിടക്കുന്ന 1-ലായിരിക്കത്തില്ലേ ആ നമ്പർ അവസാനിക്കുന്നത്? ആണോ? ഓക്കെ. ഇനി അടുത്തത് ഇതേപോലെ 5-ൽ അവസാനിക്കുന്ന നമ്പറിനെ കുറിച്ചാ. ആരെ കുറിച്ചാ? 5-ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പർ പറഞ്ഞേ. 5, 15, 25, 35 എക്സെട്ര ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഇവരുടെ സ്ക്വയർ എടുക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഷോർട്ട് കട്ട്. 5-ന്റെ സ്ക്വയർ 25 ആണോ? 15-ന്റെ സ്ക്വയർ 225, 25-ന്റെ സ്ക്വയർ 625, 35-ന്റെ സ്ക്വയർ 1225. നോക്കിക്കേ, 5-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ എല്ലാം സ്ക്വയറുകളും എത്രയിൽ അവസാനിക്കുന്നു? 5-ൽ അവസാനിക്കുന്നു. 5-ൽ അവസാനിക്കുന്നു. 5-ൽ അവസാനിക്കുന്നു. എത്രയിൽ അവസാനിക്കുന്നു? 5-ൽ അവസാനിക്കുന്നു. ഇങ്ങനെ അവസാനിക്കുന്നതിന് എന്തുണ്ട്? ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ എന്തുപയോഗിച്ച് പറയണം? ഓൾജിബ്ര ഉപയോഗിക്കണം. ഈ നമ്പറുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ഇവരെയെല്ലാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരും? 5 വരും. എത്ര വരും? ഇവരെ എല്ലാവരെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര വരും? അപ്പോ അതിന്റെ ജനറൽ ഫോം എന്തോ വരും? ഇത്തരം നമ്പറുകളുടെ ജനറൽ ഫോം എന്തോ വരും? 10n പ്ലസ് 5. ഇനി അതിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? ഈക്വൽ 10n-ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ ആണോ? 10n-ന്റെ സ്ക്വയർ 100n സ്ക്വയർ. 2 ഗുണം 5 10. 10 ഗുണം 10 100. 100n പ്ലസ് 5-ന്റെ സ്ക്വയർ. 5-ന്റെ സ്ക്വയർ 25. ഇതിലെ ആദ്യത്തെ നമ്പറിനെ നിങ്ങൾക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ നമ്പറിനെ നിങ്ങൾക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേണ്ട ഈ 25-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ബാക്കി എത്ര വരും? 5 ആയിരിക്കത്തില്ലേ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്? 5 ആയിരിക്കത്തില്ലേ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്? ഓക്കെ. ഇനി ഇതുപോലൊരു ചോദ്യം കൂടെ. 6-ൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നു? 6-ൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ 6-ൽ. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ, 6-ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പറുകൾ പറയൂ. 6, 16, 26, 36 മതി. ഇങ്ങനെ കുറെ നമ്പറുകൾ എത്രയിൽ അവസാനിക്കുന്നു? 6-ൽ അവസാനിക്കും. നമുക്കിനി ഇവരുടെ എന്തെടുത്ത് നോക്കണം? സ്ക്വയർ. 6-ന്റെ സ്ക്വയർ 36. 16-ന്റെ സ്ക്വയർ എത്ര വരും നോക്കിക്കേ. 16-ന്റെ സ്ക്വയർ 256. ഓക്കെ. 26-ന്റെ സ്ക്വയർ 670. നോക്കിക്കേ, ഈ നമ്പറുകളും എത്രയിലാണ് അവസാനിക്കുന്നത്? 6-ൽ. അപ്പൊ 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയറുകൾ എത്രയിൽ അവസാനിക്കുന്നു? 6-ൽ അവസാനിക്കുന്നു. എത്രയിൽ അവസാനിക്കുന്നു? അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ എന്തുപയോഗിച്ച് പറയണം? ഓൾജിബ്ര ഉപയോഗിച്ച് പറയണം. പറഞ്ഞാട്ടെ.
10n plus 6 the whole square equal 10n the whole square plus 2 into 10n into 6 plus 6 square. 10n ന്റെ സ്ക്വയർ 100n സ്ക്വയർ 2 ഗുണം 6 12 12 ഗുണം 10 120 n പ്ലസ് 6ന്റെ സ്ക്വയർ 30. ഇതിൽ ആദ്യത്തെ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം റിമൈൻഡർ 6 വരും. ആ 6 ആയിരിക്കത്തില്ലേ ലാസ്റ്റത്തെ ഡിജിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നിൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയറുകൾ ഒന്നിൽ അവസാനിക്കും. 5ൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയറുകൾ 5ൽ അവസാനിക്കും. 6ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയറുകൾ 6ലും അവസാനിക്കും. ഓക്കെ ആണോ? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.